നമസ്കാരം. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഒളിച്ചു കഴിയുന്ന ഭീകരർക്ക് നേരെ അജ്ഞാത തോക്കുധാരികൾ നടത്തുന്ന രഹസ്യാക്രമണ പരമ്പരയിൽ മറ്റൊരു വമ്പൻ സ്രാവ് കൂടി വീണിരിക്കുകയാണ്. നിരോധിത ഭീകര സംഘടനയായ അൽ ബദറിന്റെ മുൻനിര ഓപ്പറേഷണൽ കമാൻഡർ പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണ് വ്യാഴാഴ്ച വലിയ വാർത്തയായത്. ഇന്ത്യയിൽ ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് വൻ ഭീകര ശൃംഖല നയിച്ചിരുന്ന സുരക്ഷാ ഏജൻസികൾ തിരയുന്ന പ്രധാന പ്രതിയായ അർജമൻ ഗുൽസാർ അഥവാ ഹംസ ബുർഹാനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു കാലമായി ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ 50-ലധികം മുൻനിര കമാൻഡർമാരാണ് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി അജ്ഞാതരായ ആക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ദക്ഷിണ കശ്മീരിലെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിലും ഇന്ത്യ വിരുദ്ധ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഹംസ പ്രധാന പങ്ക് വഹിച്ചിരുന്നതായി സുരക്ഷാ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിയേറ്റ് കൊല്ലപ്പെട്ട അൽ ബദർ ഭീകര സംഘടനയുടെ ഓപ്പറേഷണൽ കമാൻഡർ ഹംസ ബുർഹാന്റെ ചോര പുരണ്ടുള്ള ഭൂതകാലത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത്. ഇന്ത്യയെ ചോരയിൽ മുക്കിയ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇയാൾ സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് പാകിസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലുള്ള രത്നിപോരയിലെ ഖർബത്പോര സ്വദേശിയാണ് അർജമൻ ഗുൽസാർ. 2017 ഉപരിപഠനത്തിനെന്ന വ്യാജേനയാണ് ഇയാൾ കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നത്. എന്നാൽ അവിടെ എത്തിയ ഇയാൾ നിരോധിത ഭീകര സംഘടനയായ അൽ ബദറിൽ ചേരുകയും അതിർത്തിക്കപ്പുറത്ത് നിന്ന് കശ്മീരിലേക്ക് ഫണ്ടിംഗ്, ആയുധ വിതരണം, ഭീകരതയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യൽ എന്നിവയുടെ വൻ ശൃംഖല നിയന്ത്രിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് സംഘടനയുടെ ഓപ്പറേഷണൽ കമാൻഡറായി ഉയർന്ന ഇയാൾ പിന്നീട് രഹസ്യമായി കശ്മീരിൽ തിരിച്ചെത്തി ദക്ഷിണ കശ്മീരിലെ പുൽവാമ മുതൽ ഷോപ്പിയാൻ വരെയുള്ള മേഖലകളിൽ ഭീകര ശൃംഖല വ്യാപിപ്പിച്ചു. നിരപരാധികളായ ഒട്ടനവധി കശ്മീരി യുവാക്കളെ ബ്രെയിൻ വാഷ് നടത്തി അവരെ ഭീകരവാദത്തിലേക്ക് തള്ളിവിട്ടത് ഇയാളായിരുന്നു. പുൽവാമയിലും ദക്ഷിണ കശ്മീരിലും ഭീകരവാദം പടർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇയാളെ 2022 ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭീകര പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി പുൽവാമ ദീർഘകാലമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇയാളുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടുന്നത്. മുൻപ് കൊല്ലപ്പെട്ട ഭീകരൻ ബുർഹാൻ വാനിയെ പോലെ സോഷ്യൽ മീഡിയയും പ്രാദേശിക ശൃംഖലകളും ഉപയോഗിച്ച് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുന്ന ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ മോഡലിന്റെ ഭാഗമായിരുന്നു അർജമൻ ഗുൽസാർ. പുൽവാമ, ഷോപ്പിയാൻ, അവന്തിപോര എന്നീ മേഖലകളിൽ ഇയാളുടെ ശൃംഖല സജീവമായിരുന്നു. പാകിസ്ഥാനിലിരുന്ന് ഇന്ത്യയിലെ ഓവർഗ്രൗണ്ട് പ്രവർത്തകരുമായി ഏകോപനം നടത്തി ആയുധങ്ങളും പണവും നിർദ്ദേശങ്ങളും എത്തിച്ചിരുന്നത് ഇയാളാണ്. ഗ്രനേഡ് ആക്രമണങ്ങൾ, സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത കേസുകൾ, ഭീകര റിക്രൂട്ട്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ ഇയാളുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ഹംസയുമായി സമ്പർക്കത്തിലായ യുവാക്കൾ എങ്ങനെയാണ് പിന്നീട് ആയുധമെടുത്തത് എന്നതിനെക്കുറിച്ച് പല കുടുംബങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത 2019 ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ ഹംസ ബുർഹാന് നേരിട്ട് പങ്കുണ്ടായിരുന്നതായി സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ആ ക്രൂരമായ ആക്രമണത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കളും ഗ്രനേഡുകളും എത്തിച്ചു നൽകിയത് ഈ ബുർഹാനായിരുന്നു. ഇതിനു പുറമെ 2020 നവംബർ 18 CRPF ജവാന്മാർക്ക് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇയാൾക്കായി രാജ്യം വൻ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് ഇയാൾ പാക് അധീന കശ്മീരിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ പാകിസ്ഥാനിൽ ഒളിച്ചിരുന്നിട്ടും ഇയാളുടെ ആയുസ്സിനധികം നീളമുണ്ടായില്ല. ഇന്ത്യ തിരയുന്ന ഭീകരർ പാകിസ്ഥാൻ മണ്ണിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന അവിശ്വസനീയമായ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഹംസ ബുർഹാൻ. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ തലവന്മാരെ അജ്ഞാത തോക്കുധാരികൾ തെരഞ്ഞുപിടിച്ച് തീർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കാണാൻ കഴിയുന്നത്. പാക് അധീന കശ്മീരിലെ താവളങ്ങളിലിരുന്ന താഴ്വരയിൽ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകര സംഘടനകൾക്ക് ഇയാളുടെ മരണം കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത കൂട്ടാളിയുമായ ഷെയ്ഖ് യൂസഫ് അഫ്രീദി പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം ലഷ്കറിന്റെ സ്ഥാപക നേതാവ് അമീർ ഹംസ ലാഹോറിൽ വെടിയേറ്റ് വീണിരുന്നു. തൊട്ടു പിന്നാലെ മാർച്ച് മാസത്തിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദ് താഹിർ അൻവർ പാകിസ്ഥാനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. ഇതിനു മുമ്പ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത കൂട്ടാളിയും റിയാസി ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിനുമായ അബു ഖതൽ എന്ന ഭീകരനും പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. 2023 മുതൽ ആരംഭിച്ച ഈ രഹസ്യ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് മാത്രം നിരവധി മുൻനിര ഭീകരന്മാരാണ് ഇതുവരെ യമപുരിക്ക് ടിക്കറ്റ് എടുത്തത്. ഭീകരരുടെ താവളങ്ങളിൽ കയറി അവരെ നിശബ്ദമായി ഇല്ലാതാക്കുന്ന ഈ അജ്ഞാത ശക്തിക്ക് മുന്നിൽ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പാക് മണ്ണിലെ ഭീകര സംഘടനകൾ. പാകിസ്ഥാൻ മണ്ണിൽ ഒളിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ അജ്ഞാതർ വേട്ടയാടി പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്.